പരിയാരത്തിലെങ്കിലും പിടിവാശി വിടുമോ എന്നാണ് അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ വി ടി ബൽറാം, പരിയാരത്തിൻ്റെ കാര്യത്തിലും ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഒന്നും ഉണ്ടാകില്ല എന്ന്. അങ്ങയുടെ സഹപ്രവർത്തകർ നിരാഹാരം ഇരിക്കുകയാണ്. എന്താകും നിങ്ങളുടെ സമരത്തിൻ്റെ ഭാവി? നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതിൽ നിന്ന് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഈ കാര്യത്തിലാണ്. ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഒരു തരിമ്പും ആത്മാർത്ഥതയില്ല. അത് പരിയാരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഗവൺമെൻറ് വിചാരിച്ചിരുന്നെങ്കിൽ 350 സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം കിട്ടുമായിരുന്നു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ്, ഇടുക്കിയിലെ 250 സീറ്റ്. ഈ 250 സീറ്റും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച് പ്രവേശനം നടത്താനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ട് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയ ആളുകളാണ്. ഇത് സ്വാശ്രയ മാനേജ്മെൻറ്റുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. 250 സീറ്റുകളിൽ വെറും സർക്കാർ ഫീസിൽ 25,000 രൂപ ഫീസിൽ പാവപ്പെട്ടവരുടെ മക്കൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം കിട്ടുമായിരുന്നത് ഇല്ലാതാക്കി. മറ്റ് പല സ്വാശ്രയ മെഡിക്കൽ കോളേജുകളും ഈ അടുത്ത് മെഡിക്കൽ കൗൺസിലിൽ പോയി അവരുടെ കോഴ്സുകൾക്കും അവരുടെ ഇതിന് അംഗീകാരം വാങ്ങി വന്നു. എന്നിട്ട് പോലും ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ 250 സീറ്റുമായിട്ട് നമുക്ക് ഈ വർഷം പ്രവർത്തനം ആരംഭിക്കാമായിരുന്നു. അതിനവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അതിന് തുടർച്ചയായിട്ടാണ് പരിയാരത്തെ നമുക്ക് കാണുന്നത്. ഈ സ്വാശ്രയ കരാറ് കൊണ്ട്, പുതിയ കരാറ് കൊണ്ട് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാവുന്നത് പരിയാരം മെഡിക്കൽ കോളേജുകൾക്കാണ്. കഴിഞ്ഞ വർഷം ഒപ്പിട്ട മറ്റ് സ്വാശ്രയ കോളേജുകൾക്ക് കുറച്ച് സീറ്റുകളിൽ കൂടി, കുറച്ച് സീറ്റുകളിൽ കുറഞ്ഞ് പലതരത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭമാണ് CPM നിയന്ത്രണത്തിലുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പിണറായി വിജയൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആ ഭരണസമിതിക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു തരിമ്പ് പോലും കുറയ്ക്കാൻ തയ്യാറില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇതിൽ അസ്വസ്ഥത പോളുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അസ്വസ്ഥതയില്ലാത്തത് മാനേജ്മെന്റുകൾ മാത്രമാണ്. ഈ അസ്വസ്ഥതയ്ക്കെതിരായിട്ടുള്ള സമരം മുന്നോട്ട് പോകും. ഗവൺമെന്റ് നിലപാട് തിരുത്തേണ്ടതായിട്ട്. ശരി ശരി ശ്രീ വി മുരളീധരൻ, ഗവൺമെന്റിന്റെ ഇടതുപക്ഷ മുന്നണി ഈ ക്യാപിറ്റേഷൻ ഫീക്കും സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും ഒക്കെ എതിരാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തുകയും അതേസമയത്ത് സാഹചര്യം വരുമ്പോൾ അവരെ സഹായിക്കുകയും ചെയ്യുന്നൊരു നിലപാടാണ് ഇതിൽ തുടർച്ചയായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെ ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയുടെ വിധി കാണിച്ചാൽ മതിയായിരുന്നു. വേറെ ഒന്നും വേണ്ട. ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ഗ്രഹപാഠം ചെയ്ത് നടപ്പാക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഈ 3 കോളേജുകളുടെ കാര്യം വ്യത്യസ്തമാണ്. ഇടുക്കി, പാരിപ്പള്ളി, തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ്. അത് LDF ഗവൺമെൻറ് വേറൊരു രാഷ്ട്രീയമായ ഒരു ഇതായിരുന്നു. UDF കൊണ്ടുവന്ന പുതിയ 3 കോളേജിൽ അഡ്മിഷനൊന്നും വേണ്ട, അത് ഞങ്ങൾ ഇനി നടത്തിക്കോളാം എന്നുള്ള വേറൊരു രാഷ്ട്രീയമായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ തലവരി ഇത്തവണയും വാങ്ങും. ഞാൻ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ കോളേജിൻ്റെ തലവനുമായിട്ട് കഴിഞ്ഞ് സംസാരിച്ചു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ കോടതി പോയത് പോലും ഞങ്ങളുടെ റൈറ്റ് ഞങ്ങളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം പോയി. ഞങ്ങൾ വി ആർ വെരി ഹാപ്പി. ശരി ശരി അവസാനമായി 30 സെക്കൻഡ് സ്വരാജ്, അധികം എടുക്കരുത്. ഒറ്റ കാര്യമാണ് ഇവിടെ സ്വരാജ് VT ഇവിടെ പ്രതിരോധത്തിലായി. താങ്കൾ പറഞ്ഞപ്പോൾ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ VT തിരിച്ചു പറയുകയാണ് നിങ്ങൾക്ക് നിശ്ചിത താല്പര്യമുണ്ട്. പരിയാരം ആണ് നിങ്ങളുടെ പരിയാരത്തിന്റെ പരിയാരത്തിൽ ഇപ്പോൾ ആദ്യം VT പറഞ്ഞ രമേശന്റെ മകളുടെ കാര്യമുണ്ടല്ലോ, മകനല്ല മകള്, അവരവിടെ പഠിക്കുന്നില്ല കേട്ടോ, അവിടെ പഠിച്ചിട്ടില്ല. ആ വിഷയം വന്നപ്പോൾ അവർ ഒഴിവാകുക ചെയ്തു. അത് ഇനിയിപ്പോൾ അത് പറയുന്ന മോശം അയാളെ കുറിച്ച്. 2 പരിയാരം മെഡിക്കൽ കോളേജ് അല്ല, പരിയാരം മെഡിക്കൽ കോളേജ് ഈ ബോർഡ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം കാണാതെ പോകരുത്. ഇവർ ഭരിക്കുമ്പോൾ അവിടെ പ്രിവിലേജ് സീറ്റ് എന്ന് പറഞ്ഞൊരു സീറ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ പല മാന്യന്മാർ ഇപ്പോൾ നിയമസഭ ഇരിക്കുന്നവർ സ്വന്തം മകളെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രിവിലേജ് സീറ്റ്. ആ വിൽപ്പന നടന്നിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ 100% മെറിറ്റാക്കി. ക്യാപിറ്റേഷൻ ഫീസ് കേരളത്തിൽ ആദ്യമായി നിഷ്കാസനം ചെയ്ത കോളേജായി മാറി. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാർ ആ കോളേജ് ഏറ്റെടുക്കണം എന്നാണ്. ആ ദിശയിൽ ഈ ഗവൺമെന്റ് പോകും എന്ന പ്രതീക്ഷയാണ്. ബാക്കി എല്ലായിടത്തും നിങ്ങൾ പറയുന്നത്, ബാക്കി എല്ലായിടത്തും ഞങ്ങൾ കരാറ് കുറച്ചൊക്കെ ഉയർത്തി ഫീസ് കൊടുത്തതിന്റെ കാരണം അവരൊന്നും മെറിറ്റിൽ നിന്നല്ല എടുത്തിരുന്നത്, പുറം വരുമാനവും ഉണ്ടായിരുന്നു. നിങ്ങൾ പരിഹാരത്തെ പറ്റി ഏറ്റവും ഉദ്ഘോഷിക്കുന്ന കാര്യം അവർ എല്ലാ കാലവും മെറിറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളൂ എന്നാണ്. ഈ ബോർഡ് വന്നതിന് ശേഷം അപ്പൊ പിന്നെ എന്തിനാണ് ഇത്രയധികം ഉയർന്ന ഫീസ്? മറ്റവർ മെറിറ്റിൽ നിന്നല്ല എടുത്തിരുന്നത്, അതുകൊണ്ട് അവരുടെ നഷ്ടം മാറ്റാൻ വേണ്ടി കുറച്ചധികം കൊടുക്കുന്നു. ഇവിടെ മെറിറ്റിൽ നിന്ന് മാത്രമാണല്ലോ എടുത്തുകൊണ്ട്. അതെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ നന്മയെ കാണണം. പ്രിവിലേജ് സീറ്റ് എന്ന് പറഞ്ഞ ഏർപ്പാട് വേണ്ടെന്ന് വെച്ച നന്മയെ കാണണം.
ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഗവൺമെന്റ് ഏറ്റെടുക്കണം പരിഹാരം. വേണു 100% കഴിഞ്ഞ മെറിറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു കോളേജ് നടപ്പാക്കിയാൽ മതി. ഈ പുതിയൊരു ഫീ സ്ട്രക്ചർ കൊണ്ടുവരുമ്പോൾ പരിഹാരത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് സമർത്ഥമായിട്ട് നീങ്ങിയിരുന്നെങ്കിൽ ഇവർക്ക് സ്വകാര്യമായ പരിഹാരം തന്നെയാണ് ഇതിന്റെ പരിഹാരമായി വീണ്ടും ചർച്ചകൾ ഉയർന്നു വരുന്നത്. അതിലെ പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന്. ഇവരുടെ സമരം ഏതളവ് വരെ ഉയരും എന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.